പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ പാകിസ്ഥാൻ തന്നെ ഒരു വ്യോമാക്രമണം നടത്തി അവിടെയുള്ള പിഞ്ചു കുട്ടികളെ അടക്കം കൊന്നൊടുക്കിയത് നമ്മൾ കണ്ടതാണ്. ഒരു ഗാസ മോഡൽ കൊലപാതകമാണ് അവിടെ നടക്കുന്നത് എന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി വമ്പൻ പ്രതിഷേധം ഇതിൻ്റെ പേരിൽ ഉയർത്തിയതാണ്. UN-ലടക്കം ഈ സംഭവം കൊണ്ടുവരണം എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കം പറഞ്ഞിരുന്നുവെങ്കിലും ഒരു കാര്യങ്ങളും നടന്നില്ല. എന്നാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പാകിസ്ഥാനിലെ സർക്കാരിനെതിരെ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടുകൂടി ഈ അവസരം ഇന്ത്യ മുതലെടുത്ത് നമ്മൾ പാക് അധീന കശ്മീരിലെ ജനങ്ങളോട് ഇത് കാണുന്നില്ലേ, നിങ്ങൾ സ്വാഭാവികമായിട്ടും പാക് അധീന കശ്മീർ ഇന്ത്യയോട് ചേരേണ്ടതാണ് എന്നുള്ളൊരു പ്രസ്താവനയും ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഖൈബർ പഖ്തൂൺഖ്വയിലെ ജനങ്ങൾ വളരെ ഭീതിയോടെയാണ് അവിടെ കഴിയുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ എവിടെ ആര് എന്ത് ചെന്ന് പിടിച്ചു കഴിഞ്ഞാലും അത് ഒരു സ്ഫോടക വസ്തുവായിരിക്കുമോ എന്നുള്ളൊരു ഭയമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുന്നൊരു റിപ്പോർട്ട് പ്രകാരം ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ മോർട്ടാർ ഷെല്ല് പൊട്ടിത്തെറിച്ച് 4 കൗമാരക്കാർ ഒറ്റയടിക്ക് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മരണമടഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണ് നടക്കുന്നത്. ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. 2 കൗമാരക്കാർക്ക് പരിക്കേൽക്കുകയും 4 കൗമാരക്കാർ മരിക്കുകയും ചെയ്തു. അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ബജൗർ ജില്ലയിലെ മാമുണ്ട് തഹ്സിയിലെ ലഗ്രായി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെ നിലത്ത് കിടക്കുന്ന പഴയ വെടിയുണ്ടകൾ കണ്ടെത്തിയതായും അത് പൊട്ടിത്തെറിച്ചതായും പ്രദേശവാസികൾ പറഞ്ഞു. മരിച്ചവരിൽ 18 വയസ്സുള്ള 2 പേരും 15 വയസ്സുള്ള ഒരാളും 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. പരിക്കേറ്റവരെ പാകിസ്ഥാൻ ആർമി ഹെലികോപ്റ്ററിൽ പെഷവാറിലേക്ക് എയർലിഫ്റ്റ് ചെയ്തതായും അവിടെ അവർക്ക് അടിയന്തര വൈദ്യചികിത്സ നൽകുന്നുണ്ടെന്നും ജില്ലാ പോലീസ് ഓഫീസർ വഖാസ് റഫീഖ് പറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.